ആ കിളിക്കൊഞ്ചലാണ്, ആ സൗന്ദര്യമാണ് ലോകം എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവാകുന്ന കിളിയെ നമ്മൾ തന്നെ ഒരു കൂട്ടിൽ തളച്ചിടുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോറിയും പറഞ്ഞതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, നിങ്ങളൊരു വാഹനത്തിന്റെ ഉള്ളിലാണ് ജനിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ വാഹനമാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ദുരിതങ്ങൾക്കും, എല്ലാ ദുരന്തങ്ങൾക്കും പരിഹാരമാകും. ഇതാണ് നമ്മുടെ മുൻഗാമികളായ സന്യാസി വര്യന്മാർ, വിശുദ്ധന്മാർ, ഔലിയാക്കൾ, സെയിൻസ്, സൂഫി വര്യന്മാർ എല്ലാവരും ചെയ്തത് ഇതാണ് മോട്ടിവേഷൻ, ഇതാണ് ലൈഫ് കോച്ചിങ്. മോട്ടിവേഷനും ലൈഫ് കോച്ചിങ്ങിനും രാവിലെ 6 മണിക്ക് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത് ഈ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സൗന്ദര്യവും എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വളരെ കൃത്യമായി നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ടേസ്റ്റ് വരെ മാറും. ചായയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിന്റെ രുചി അത് നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഈ ശ്വാസത്തിനൊരു പ്രത്യേക രുചിയുണ്ട്, ശ്വാസത്തിനൊരു പ്രത്യേക പവറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ സോളിനെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം കണ്ട് നമ്മുടെ ജീവിതത്തിൽ വീണ ട്രോമകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എല്ലാം ഒരു കറുത്ത പാടായി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ പ്രകാശത്തെ കെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങൾ ഫ്രീ ആകുക, പൂർണ്ണമായിട്ട് നിങ്ങൾ എല്ലാം വിട്ടുകളയുക, എല്ലാം ഇവിടെ വച്ചൊഴിയുക. വലിയ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാത്തിനെയും സൗന്ദര്യത്തോടു കൂടി വീക്ഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാത്തിനെയും സമാധാനത്തോടു കൂടി വീക്ഷിക്കാൻ കഴിയും. ഈ പറയുന്ന ഈ പൈശാചികമായ, ഈ സാത്താനികപരമായ ചിന്തകൾ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, സ്ട്രെസ്, ഇത് എല്ലാം നിങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കും.